ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളന്ന് മഷ്റൂം എടുക്കുന്ന കാണിച്ചായിരുന്നു. അതിനുശേഷം വീണ്ടും കുറെ ഹോൾ ഇട്ടേച്ച് വെച്ചതാണ്. അപ്പൊ അതിൽ വീണ്ടും വരുന്നുണ്ട്. ഇതിന്റെ വലുതായിട്ട് കാണിക്കാം. അന്ന് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. നമ്മൾ 20 ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റി വെച്ചത്. ഇതിനകത്ത് മാറ്റി വെച്ചതല്ല കേട്ടോ, ഈ റൂമിൽ തന്നെയായിരുന്നു. ഈ റൂമിൽ തന്നെയായിരുന്നു 20 ദിവസം ഇരുന്നത്. അത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പം ഇവിടെ തന്നെ നമ്മള് അതിന്റെ മോൾ ഭാഗം കൂട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു. അതൊക്കെ ഞാനൊന്ന് പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. 20 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മോൾ ഭാഗം കൂട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു. അതിനുശേഷം ഇതിനെല്ലാം നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വലിയ സൂചി മേടിച്ചിട്ട് അത് കൊണ്ടിട്ട് ഇതിനെല്ലാം ഹോളിട്ട് കൊടുത്തു. അതിനുശേഷമാണ് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. ചെറുതായിട്ട് സ്പ്രേ ചെയ്ത്, പേപ്പർ സ്പ്രേ ചെയ്താണ് ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ചെറുതായിട്ട്. അതിനുശേഷം നമ്മൾ ഇത് ഓരോ ദിവസം പെട്ടെന്ന് വിട്ടു. നാളെ ഇന്ന് വൈകുന്നേരം നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വിടർന്ന് വരും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇത് കാണിക്കും, ഓരോ ദിവസത്തെ കാണിക്കും. പെട്ടെന്നായിരിക്കും വണ്ണം തുടങ്ങി കഴിഞ്ഞാൽ വളർച്ച പെട്ടെന്നായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾക്ക് രണ്ടാമത് വെച്ചതും ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതായിട്ടില്ല എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ രണ്ടാമത് നമ്മൾ ഇതിന് ഹോളിട്ട് വെച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഓരോ പ്രാവശ്യം എടുത്തു കഴിയുമ്പോഴും നന്നായിട്ട് നമ്മൾ ഹോളിട്ട് കൊടുക്കണം. എന്നാലാണ് ആ ഒരു ഹോളിൽ കൂടെ ഇത് പുറത്ത് വരുവുള്ളൂ. അതുകൊണ്ട് നല്ല വലിയ ഹോളായിരിക്കണം. ഇപ്പം ഇവിടെയൊക്കെ അതിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കണ്ടോ? അങ്ങനെ വരരുത്. അതിന് ഹോള് ഇവിടെയൊക്കെ അകത്ത് വളരുന്നുണ്ട്. അപ്പം അതിന് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഹോളിൽ കൂടെ പുറത്തിറങ്ങേണ്ടത്. ഇവിടെ എല്ലാം ഇപ്പം നിറച്ച് പൂവുണ്ടാകേണ്ടതുണ്ട്, നിറച്ച് വളരേണ്ടതാണ്. പക്ഷെ അത് അകത്തായിപ്പോയി. അപ്പം നന്നായിട്ട് പുറത്തേക്ക് ഹോളിട്ട് കൊടുത്താലേ ഇത് പുറത്തേക്ക് ഇറങ്ങി വരുവുള്ളൂ. അപ്പം നമുക്ക് ഇതെടുത്തു തീരെ ചെറുതായിട്ട് ഇതുപോലെയാണ് വന്ന് തുടങ്ങുന്നത്. ഇതിനെ തീരെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ്. അത് പയ്യെ വളർന്നു വരുന്നേ ഉള്ളൂ. മറ്റേതിന്റെ കൂടെ തന്നെ വന്നതാണ്, പക്ഷെ അതിന് വളർച്ച പയ്യാണ്. അപ്പോൾ ഓരോന്നും പോലെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് നമുക്ക് പിന്നെ എടുക്കാം. അപ്പം ആദ്യത്തെ പൂക്കളിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് കറിക്കകത്തെടുത്തായിരുന്നു. എന്നാലും നമുക്ക് മറ്റേതുപോലെ ഭയങ്കര നല്ല വലിപ്പം കിട്ടുന്നില്ല. അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുമ്പോൾ ഇനി അതിനകത്ത് ഉണ്ടാവും, പക്ഷെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. അപ്പം 6 മാസം വരെയും വരും. അത് കഴിയുമ്പോൾ പെട്ടെന്ന് അത് മാറ്റണം. വന്നത് നമ്മൾ മാറ്റിയത് മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ ഈച്ചകൾ വന്നു തുടങ്ങും. അപ്പോൾ ഈച്ചകൾ വരാതിരിക്കുക, എലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പുഴുക്കൾ, പിന്നെ ഫംഗസ്, ഇങ്ങനത്തെ ഒന്നും വരാതെ. ഇപ്പം ഡെറ്റോള് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടായിരിക്കുന്നത് അവിടെ. അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് തണുപ്പുള്ള സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഹ്യൂമിഡിറ്റി അതിനകത്ത് എപ്പോഴും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.